ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലാതെ നമുക്ക് ഈ ലോകത്ത് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണല്ലോ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് നമ്മളെ മാറ്റിമറിക്കുന്നത്. ഒരു വൈദികനെ വരങ്ങളോടെ കൃപകളോടെ ശുശ്രൂഷ ചെയ്യുവാൻ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ഒരു കുടുംബനാഥനെ നല്ല കൃപകളോടെ വരങ്ങളോടെ നല്ലൊരു അപ്പനാകാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ഒരമ്മയെ നല്ല അമ്മയാക്കുന്നത്, ഒരു മകനെ നല്ല മകനാക്കുന്നത്, ഒരു സിസ്റ്ററിനെ നല്ല സിസ്റ്ററാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ആധുനിക സഭ ഒരു നവീകരണത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. നവീകരണം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? എല്ലാവരും നവീകരണം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ. അപ്പം നവീകരണം എല്ലാവരും ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള നവീകരണമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലാത്ത നവീകരണം അത് കെട്ടുപോകും. ആ നവീകരണം കൊണ്ട് അത് ശാശ്വതമായിട്ട് നിലനിൽക്കില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള നവീകരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസാന്തരം അതെന്നും നിലനിൽക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസവും ഒരു നല്ല അപ്പനാകാൻ, ഒരു നല്ല അമ്മയാകാൻ, ഒരു നല്ല മകനാകാൻ, ഒരു നല്ല മകളാകാൻ, ഒരു നല്ല വിദ്യാർത്ഥിയാകാൻ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും തുറവിയോടെ, എളിമയോടെ, വിശുദ്ധിയോടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എളിമയോടെ പ്രാർത്ഥിക്കുന്നവർക്ക്, തുറവിയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ദൈവം നൽകുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. കേരള സഭ 1970 മുതൽ അനുഗ്രഹീതമായ ഒരു സഭയാണ്. 1970 മുതലാണല്ലോ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ നമ്മുടെ പലരുടെയും ജീവിതങ്ങൾ നവീകരണപ്പെട്ടത്. പല ആത്മായ ശുശ്രൂഷകര്, പല വൈദിക ശുശ്രൂഷകര്, പല സിസ്റ്റേഴ്സ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ എന്തുമാത്രം ശക്തിയോടെയാണ് വചനം പ്രസംഗിക്കുന്നത്, എന്തുമാത്രം ശക്തിയോടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊ കത്തോലിക്കാ സഭ, പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്കാ സഭ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ വളരെയധികം ബലപ്പെട്ടു എന്നത് നമ്മളുടെ ചുറ്റുപാടുമുള്ള സംഭവങ്ങളിലൂടെയെല്ലാം നാം മനസ്സിലാക്കുന്നതാണ്. കേരള സഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ഈ അനുഗ്രഹം, ഇതുമൂലം നമുക്ക് ലഭിക്കുന്നത് വെറുമൊരു ഹല്ലേലൂയ പറച്ചിലോ പ്രൈസ് ദി ലോർഡ് പറച്ചിലോ അല്ല. ഈ കരിസ്മാറ്റിക് നവീകരണം കൊണ്ട് സഭ ആഗ്രഹിക്കുന്നത് കുറേ നേരം ഹല്ലേലൂയ പറഞ്ഞ്, കുറേ നേരം പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് സ്തുതിക്കുക മാത്രമല്ല. ഈ നവീകരണം കൊണ്ട്, ആത്മാവിൻ്റെ അഭിഷേകം മൂലമുള്ള നവീകരണം കൊണ്ട് സഭ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവായ യേശുക്രിസ്തുവിലേക്കുള്ള വ്യക്തിപരമായ മാനസാന്തരമാണ്. ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ മാറ്റമെന്ന് പറയുന്നത് അവൻ വ്യക്തിപരമായിട്ട് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടലാണ്. അതിലൂടെ അവൻ്റെ ജീവിതത്തിൽ
വലിയ മാനസാന്തരം ഉണ്ടാകലാണ്. യേശുവിനെ ഹൃദയമായിട്ട് ഉള്ള ഒരു ബന്ധം, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഒരു റാഡിക്കൽ റിലേഷൻഷിപ്പ് യേശുവുമായിട്ടുണ്ടാകണം. യേശുവിനെ കാണാൻ സാധിക്കണം, യേശുവിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കണം, യേശുവിനെ അനുഭവിക്കാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ യേശുവിനെ കാണാനും യേശുവിൻ്റെ സ്വരം കേൾക്കാനും യേശുവിനെ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനും സാധിക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനിക്ക് ആത്മാവിൻ്റെ അഭിഷേകത്തിലുള്ള ഒരു നവീകരണം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടറായ ഫാദർ ഡേവിസ് പട്ടത്ത് CMI അദ്ദേഹം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ഒരു വ്യക്തിയുടെ സ്വരം യേശുവിൻ്റെ സ്വരമായിട്ട് മാറണം, ഒരു വ്യക്തിയുടെ മുഖം യേശുവിൻ്റെതായിട്ട് മാറണം, ഒരു വ്യക്തിയുടെ ഹൃദയം യേശുവിൻ്റെ ഹൃദയമായിട്ട് മാറണം. ചുരുക്കി പറഞ്ഞാൽ നാം മറ്റൊരു ക്രിസ്തുവായിട്ട് ഈ ലോകത്ത് ജീവിക്കണം. യേശുവിൻ്റെ സ്വരം ദൈവത്തിൻ്റെ സ്വരമാണ്, യേശുവിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖമാണ്, യേശുവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ഒരു ക്രിസ്ത്യാനി മറ്റൊരു ക്രിസ്തുവായി മാറുമ്പോൾ ഈ ലോകത്ത് യേശുവിനെ പോലെ സ്നേഹിക്കാൻ, യേശുവിനെ പോലെ സംസാരിക്കാൻ, യേശുവിനെ പോലെ ഹൃദയമുള്ളവനായിട്ട് സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും തോറ്റുകൊടുക്കുവാനും അതേ കുരിശുമരണത്തോളം തോറ്റുകൊടുക്കുവാനും ഒരു ക്രിസ്ത്യാനിക്ക് സാധിക്കും. അപ്പൊ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മൂലമുള്ള നവീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ലക്ഷ്യം കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുക, എന്നിട്ട് യേശുവിനെ പോലെ ഈ ലോകത്ത് ജീവിക്കുക. മദർ തെരേസ പറയുന്നത് പോലെ യേശുവിനെ പോലെ സ്നേഹിക്കാൻ, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാൻ, ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷിക്കാൻ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുമ്പോൾ അപ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള, ആത്മാവിൻ്റെ കൃപയുള്ള, വരമുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ലക്ഷ്യം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു നവീകരണ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും നമ്മൾ വ്യക്തിപരമായിട്ട് അനുഭവിക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ഫീൽ ചെയ്യുക. പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക ലോകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും അനുഭവിക്കാതെ ഒരു പടി പോലും സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ആ സാന്നിധ്യം ഫീൽ ചെയ്തുകൊണ്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ തളർത്താൻ സാധിക്കില്ല, ഒരു രോഗത്തിനും നമ്മളെ തളർത്താൻ സാധിക്കില്ല, ഒരു തകർച്ചയ്ക്കും നമ്മളെ തളർത്താൻ സാധിക്കില്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നാം ബലമുള്ളവരായി തീരും. യോഹന്നാൻ 14:16 പഠിപ്പിക്കുന്നു: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദയനീയമായ അവസ്ഥയിൽ നമുക്ക് സഹായം ആവശ്യമാണല്ലോ. സഹായം ആവശ്യമുള്ളപ്പോഴാണല്ലോ നമുക്കൊരു സഹായകന് വേണ്ടത്. നമ്മുടെ ഏത് വിഷമഘട്ടത്തിലും നമ്മളെ സഹായിക്കാൻ നാം ഒറ്റക്കല്ല, നമ്മളെ അനാഥരായിട്ട് യേശു വിട്ടിട്ടില്ല
എന്നതിൻ്റെ തെളിവാണ് യോഹന്നാൻ 14:16. പിതാവായ ദൈവത്തോട് ഞാൻ അപേക്ഷിക്കുകയും നമുക്ക് സഹായകനായിട്ട്, നമുക്ക് ശക്തിയായിട്ട് പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം സഹായകനായിട്ട് നമുക്ക് അയച്ചു തരികയും ചെയ്യും. ഈ സഹായകൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തനം 1:8 പഠിപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ, നിങ്ങളുടെ തൊഴിലിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ, നിങ്ങളുടെ മക്കളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:8 നിങ്ങൾ ശക്തി പ്രാപിക്കും. മിസ്സിസ് ബിനി ജോർജ് എന്ന ഒരു സഹോദരി ശിലാഹൃദയം അലിഞ്ഞപ്പോൾ എന്ന ഒരു ചെറിയ ലേഖനത്തില് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ഒരു ജീവിത കഥ പറയുന്നുണ്ട്. അവൾ ധ്യാനത്തിന് പോയത് തൻ്റെ അപ്പനെ പേടിച്ചാണ്. ഈ ധ്യാനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് മടങ്ങി വന്നവൾ തനിക്കൊരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാത്ത വലിയൊരു അത്ഭുതം തൻ്റെ ജീവിതം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് അവൾ ചെയ്യുകയാണ്. ആ സഹോദരി എഴുതിയിരിക്കുകയാണ്, ധ്യാനത്തിൽ സംബന്ധിക്കാൻ അവൾ വന്നത് ശൂന്യമായ ഹൃദയത്തോടും നിരാശയുള്ള മനസ്സോടും കൂടിയാണ്. എന്നാൽ ധ്യാനം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചപ്പോൾ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലും ചില ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും എപ്രകാരമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുക. കാലിൻ്റെ അടി മുതൽ തല വരെ വിറയൽ അനുഭവപ്പെടുന്ന ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഈ അഭിഷേകത്തിലൂടെ മടങ്ങി വന്ന് തൻ്റെ അപ്പനെ അവൾ മാനസാന്തരപ്പെടുത്തുകയാണ്. അവൾക്ക് ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിന് മുൻപ് അവൾ അപ്പനെ കുറിച്ച് പറഞ്ഞിരുന്നത് അയാൾ ഭീകരൻ, കൊലയാളി, വഞ്ചകൻ, കുടിയൻ, ചതിയൻ എന്നൊക്കെയാണ്. കാരണം മദ്യപിച്ച് വീട്ടിൽ വന്ന് എന്നും വഴക്കുണ്ടാക്കുന്ന അപ്പൻ എല്ലാ ദിവസവും അവളെയും അമ്മയെയും ചീത്ത വിളിക്കും. അവൾക്ക് സഹിക്കാൻ കഴിയാത്ത വിധം അവളെ എന്നും വേദനിപ്പിക്കും. അവളെ കാണുമ്പോൾ അപ്പൻ ചോദിക്കും, ഈ ചോദ്യമാണ് അവൾക്ക് സഹിക്കാൻ കഴിയാത്തത്, എടി നിന്റെ അപ്പനാരെന്ന് നിനക്കറിയാമോ? പോയി നിന്റെ അമ്മയോട് ചോദിക്കടി. ഏതായാലും ഞാൻ നിന്റെ അപ്പനല്ല. അതിനുശേഷം തെറി അഭിഷേകമാണ്. ഈ പെൺകുട്ടി ധ്യാനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് പുണ്യം നേടാനല്ല, നേരെ മറിച്ച് കുറച്ച് ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണ്. അപ്പനെ അത്രമാത്രം അവൾ വെറുത്തിരുന്നു. അപ്പനോട് അത്രമാത്രം അവൾക്ക് പകയുണ്ടായിരുന്നു. അപ്പൊ അപ്പനിൽ നിന്ന്, അപ്പൻ്റെ മദ്യപാനം മൂലമുള്ള ആ പൈശാചികമായ പ്രവൃത്തികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് വേണ്ടിയാണ് അവൾ ധ്യാനം കൂടാൻ പോയത്. എന്നാൽ ധ്യാന സമയത്ത് നിഷ്കളങ്കതയോടെ, തുറവിയോടെ, എളിമപ്പെട്ടുകൊണ്ട് അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ അനുദിന ജീവിതത്തിലെ നിരാശകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ തരണം ചെയ്യുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ലേഖനത്തിൽ പറയുകയാണ്, ധ്യാനം കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് മടങ്ങി വന്ന് അവൾ ആദ്യം ചെയ്തത് മദ്യപാനിയായ തൻ്റെ അപ്പൻ്റെ കാൽക്കലേക്ക് അവളെ തന്നെ അവൾ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അപ്പനോട് മാപ്പ് ചോദിക്കുന്നു. അപ്പനെ ഞാൻ വെറുത്തതിന്, അപ്പനെ ഞാൻ പകയോടെ നോക്കിക്കണ്ടതിന് ഞാൻ അപ്പനോട് മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചപ്പോൾ ക്ഷമ ചോദിക്കാൻ, ക്ഷമിക്കാൻ അവൾ പഠിക്കുകയാണ്. പുതിയൊരു അഭിഷേകത്തോടെ, പുതിയൊരു ശക്തിയോടെ ജീവിക്കാൻ അവൾക്ക് സാധിക്കുകയാണ്. അപ്പനോട് മാപ്പ് ചോദിച്ചപ്പോൾ അവളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് അവളുടെ ഹൃദയത്തിൽ നിന്ന്, അവളുടെ വാക്കുകളിൽ നിന്ന്, അവളുടെ ആ ക്ഷമിക്കുന്ന മനോഭാവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അപ്പനിലേക്ക് പ്രവഹിക്കുകയാണ്. ആ ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്
പിന്നീട് ഒരിക്കലും അപ്പൻ മദ്യപിച്ചിട്ടില്ല. അപ്പൻ ഇങ്ങനെ പറഞ്ഞത്രേ, ഞാൻ ഇത്രമാത്രം ദ്രോഹിച്ചിട്ടും, ഞാൻ ഇത്രമാത്രം വെറുപ്പിച്ചിട്ടും എൻ്റെ മകൾ എൻ്റെ കാലിൽ തൊട്ട് എന്നോട് മാപ്പ് ചോദിച്ചില്ലേ? ഈ ശക്തി എൻ്റെ മകൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നാണെങ്കിൽ ആ ശക്തി എനിക്കും വേണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ മാപ്പ് ചോദിക്കാൻ, സ്നേഹിക്കാൻ, തോറ്റുകൊടുക്കാനുള്ള അധിക ബലം ലഭിച്ചില്ലേ? ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വരേണ്ടത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15 മുതൽ 16 വരെ നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ്. വിടുതലിന്റെ, അഭിഷേകത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ഐശ്വര്യത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ അഭിഷേകത്തിന്റെ കൃപകൾ നൽകുന്ന, അനുഗ്രഹം നൽകുന്ന ആത്മാവില്ലാതെ നമുക്കൊരിക്കലും നല്ല ഒരു വ്യക്തിയായിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള ഏക മാർഗം എളിമപ്പെടുക, തീഷ്ണതയോടെ, തുറവിയോടെ, വിനയത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം എത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകും. ലൂക്കാ 11:13 പഠിപ്പിക്കുകയാണ്, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവിന് നൽകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ബലത്തോടെ എന്തുമാത്രം കാര്യങ്ങളാണ് നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു ദിവസം ഒരു സഹോദരിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ട സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഹൃദയത്തിനടുത്ത് ഒരു ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. സർജറി ചെയ്യാൻ പറ്റാത്ത വിധം അതിനടുത്തൊരു ദുഷിച്ച ദ്രാവകമുണ്ട്. അതിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അവരോട് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരി, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ഈശോ സൗഖ്യം കൊടുത്തത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കവിഞ്ഞപ്പോഴാണ് ചെകിടർക്ക് കേൾവി ശക്തി കൊടുത്തത്, കുരുടർക്ക് കാഴ്ചശക്തി കൊടുത്തത്, തളർവാദ രോഗികളെ സുഖപ്പെടുത്തിയത്, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചുള്ള അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ സഹോദരി ഓടി വന്ന് എന്നോട് പറയുകയാണ്, അച്ഛാ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ അനുഭവം ഇങ്ങനെയാണ്, പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ അനുഭവിച്ചു അച്ഛാ. എൻ്റെ ഹൃദയത്തിന് അടുത്തുള്ള, എൻ്റെ രോഗാവസ്ഥയ്ക്ക് അടുത്തുള്ള ദുഷിച്ച ദ്രാവകമെന്ന് ഡോക്ടർമാർ പറഞ്ഞ ആ ദ്രാവകം കൊത്തി കുടിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന അഭിഷേകമാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഭവനത്തിലേക്ക് പോകുവാൻ. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഡോക്ടർമാരെ കണ്ട് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ ദുഷിച്ച ദ്രാവകം ഇപ്പോൾ എൻ്റെ ശരീരത്തിലില്ല, എനിക്കിന്ന് സർജറിക്ക് പോകാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ കാരണം പരിശുദ്ധാത്മാവിനോട് തീഷ്ണതയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ആ സഹോദരിയുടെ മേൽ ഇറങ്ങി വരികയും അവരനുഭവിക്കുകയാണ്. അവരുടെ ശരീരത്തെ ബലപ്പെടുത്തുകയും അവർക്ക് സർജറിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന, ഓപ്പറേഷൻ ചെയ്യുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും മാറ്റിക്കൊടുക്കുകയും അവർക്ക് സർജറിക്ക് വിധേയമാകാൻ സാധിക്കുകയും ചെയ്തു. നമ്മുടെ അനുദിന ജീവിതത്തിൽ എത്രയോ പ്രശ്ന മേഖലകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എപ്പോഴെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, പരിശുദ്ധാത്മാവേ,
എൻ്റെ ഈ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ. കർത്താവായ യേശു ക്രിസ്തു നിന്റെ ശക്തി കൊണ്ടാണല്ലോ അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്തത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഗലീലിലേക്ക് പോകുമ്പോഴാണല്ലോ നിന്നിൽ നിന്ന് അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടുകൊണ്ട് അനേക രോഗികൾക്ക് സൗഖ്യം ലഭിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന അടിസ്ഥാന കത്തോലിക്ക സഭയുടെ പ്രബോധനം തന്നെ നാം സ്വീകരിച്ചിട്ടുണ്ടോ? യേശുവിനെ കർത്താവായി സ്വീകരിച്ച എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുകയാണ്. 1 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യത്തില് ഞാൻ കർത്താവാകുന്നുവെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കയില്ല എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഞാൻ കർത്താവാകുന്നുവെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ക്രൈസ്തവന്റെ ജീവിതം ആധുനിക ലോകത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ആധുനിക ലോകത്തിൽ പലപ്പോഴും നാം തളർന്നു പോകാറുണ്ട്. വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാനാകാതെ തളർന്നു പോകുന്ന നിമിഷങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവൻ കർത്താവായ യേശുവിനെ സാക്ഷ്യപ്പെടുത്തും. തൻ്റെ വാക്കുകൾ കൊണ്ടല്ല, തങ്ങളുടെ ജീവിതം കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള നവീകരണ ജീവിതത്തിൽ നയിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ തന്നെ നമുക്കറിയാം, ആ ഡമാസ്കസ് അനുഭവത്തിന് ശേഷം കാഴ്ചശക്തി നഷ്ടപ്പെട്ട് പുണ്യ വ്യക്തിയായ അനന്യാസിന്റെ അടുത്തേക്ക് ആനയിക്കപ്പെടുമ്പോൾ അനന്യാസ് കൈകൾ ഉയർത്തിപ്പിടിച്ച് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പൗലോസിലേക്ക് ഇറങ്ങി വന്നപ്പോൾ വചനം പറയുകയാണല്ലോ, ചിതമ്പല് പോലെ എന്തോ ഒന്ന് പൗലോസിൽ നിന്ന് വിട്ടുപോകുകയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കവിഞ്ഞപ്പോൾ പൗലോസ് പുതിയ വ്യക്തിയായി തീരുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ബന്ധനങ്ങള് ചിതമ്പല് പോലെ വിട്ടുപോകണമെങ്കിൽ നമ്മുടെ അന്ധത, നമ്മുടെ നിരാശ, നമ്മുടെ രോഗങ്ങള്, നമ്മുടെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകള്, നമ്മളിലുള്ള വെറുപ്പ്, നമ്മളിലുള്ള പക വിട്ടുപോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുമ്പോൾ നമ്മളിൽ നിന്ന് അന്ധകാരത്തിന്റെ ശക്തികള്, തിന്മയുടെ സ്വാധീനങ്ങള്, നമ്മുടെ ബലഹീനതകള്, നമ്മുടെ പോരായ്മകൾ വിട്ടുപോകുകയും നമ്മൾ ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും കർത്താവായ യേശുവിന് സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ പാപങ്ങള്, ഞങ്ങളുടെ കുറവുകള്, ഞങ്ങളുടെ വേദനകളൊന്നും, ഞങ്ങളുടെ പോരായ്മകൾ ഒന്നും അവിടുന്ന് പരിഗണിക്കല്ലേ. ഞങ്ങളുടെ കുറവുകളിലേക്ക്, ഞങ്ങളുടെ വേദനകളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. ഞങ്ങളെ അസ്വസ്ഥമാക്കുന്ന എല്ലാ ബന്ധനങ്ങളും പരിശുദ്ധാത്മാവേ അങ്ങയുടെ ശക്തിയാൽ വിട്ടുപോകട്ടെ. ശത്രുക്കള്, തിന്മകള്, രോഗപീഠകള്, സാമ്പത്തിക പ്രയാസങ്ങള്, ഇവയെല്ലാം ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തിയും സാന്നിധ്യവും അനുഭവിച്ചറിയുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.